കോഴിക്കോട് കാരശ്ശേരി സഹകരണ ബാങ്ക് ചെയർമാൻ എൻ.കെ. അബ്ദുറഹ്മാനെതിരെ നടപടിയുമായി കോൺഗ്രസ്. അബ്ദുറഹ്മാനെതിരെ നടപടിയെടുക്കുമെന്ന് DCC പ്രസിഡന്റ് കെ. പ്രവീൺകുമാർ വ്യക്തമാക്കി. DCCയുടെ റിപ്പോർട്ട് ഉടൻ KPCCക്ക് നൽകും. CPM-വുമായി ചേർന്ന് ബാങ്ക് ഭരണസമിതി അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നാണ് പ്രവീൺകുമാർ പറയുന്നത്. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അസ്ലം, എന്താണ് ബാങ്ക് ചെയർമാനെതിരെ DCC പ്രസിഡന്റ് ആരോപിക്കുന്നത്? KPCC അംഗമായ എൻ.കെ. അബ്ദുറഹ്മാണ് കാരശ്ശേരി ബാങ്കിന്റെ ചെയർമാൻ. CPM-ന് ബാങ്ക് വിറ്റു എന്നൊരു ഗുരുതരമായ ആരോപണമാണ് കെ. പ്രവീൺകുമാർ ആരോപിക്കുന്നത്. അതേസമയം അത് തിരിച്ചുപിടിക്കുന്ന നിയമ നടപടിക്ക് ഒരു വശത്തിൽ പോകുന്നുണ്ട്. ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്, പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അവിശ്വാസം സമർപ്പിക്കുന്നതിന് വേണ്ടി ജോയിന്റ് രജിസ്ട്രാർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ ഒരു KPCC അംഗത്തിന്റെ ഭാഗത്തുനിന്ന് നടപടി എന്ന നിലയിൽ പാർട്ടി നടപടിയിലേക്ക് ഇവിടെ KPCC കടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി DCCയുടെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. DCC ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകും. അബ്ദുറഹ്മാനെതിരെ ശക്തമായ റിപ്പോർട്ട് നൽകും. അതിന്റെ അടിസ്ഥാനത്തിൽ KPCC അബ്ദുറഹ്മാനെ പുറത്താക്കാൻ തന്നെയാണ് സാധ്യത. കടുത്ത നടപടിയിലേക്ക് പോകുന്ന കാര്യം വ്യക്തമാണ്. ഇന്നിവിടെ കോഴിക്കോടുണ്ടായ രമേശ് ചെന്നിത്തലയും ഇക്കാര്യം പറഞ്ഞു. DCC റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് KPCC ശക്തമായ നടപടിയെടുക്കും. ഒരു കാരണവശാലും പോലെ കാരശ്ശേരി ബാങ്ക് പിടിച്ചെടുക്കാനുള്ള അവസരം ഉണ്ടാക്കിയിട്ട് അതിനെതിരായ നിയമ നടപടി മുന്നോട്ട് പോകുന്നു DCC പ്രസിഡന്റ് കെ. പ്രവീൺകുമാർ പറഞ്ഞു. ശരി.